ജോണെ, ഈ കോൺഗ്രസിൻ്റെ നേതൃത്വ പരിശീലന ക്യാമ്പ് ഇപ്പോൾ നടന്നിരുന്നു. ആ ക്യാമ്പിൽ നടന്ന ചർച്ചകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് കെ മുരളീധരനെതിരായിട്ട് ഉള്ള വിമർശനമാണ്. ടി എൻ പ്രതാപൻ അതിശക്തമായ വിമർശനം നടത്തി, അതുപോലെ ഷാനിമോൾ ഉസ്മാൻ വിമർശനം നടത്തി. അത് പിന്നെ തോറ്റാൽ പാർട്ടിക്കാർ തോൽപ്പിച്ചു, ജയിച്ചാൽ വ്യക്തിപരമായ വിജയം എന്ന് മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് വിമർശനമായിട്ട് വന്നിരിക്കുന്നത്. ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞിരിക്കുന്നത് ഞാനും തോറ്റതാണ്, എൻ്റെ വീട്ടിലാരും വന്ന് എന്നെ ആശ്വസിപ്പിക്കാൻ വന്നില്ല, മുരളീധരനെതിരെ നിങ്ങൾക്ക് നടപടിയെടുക്കാൻ പറ്റുമോ, പാർട്ടിക്കെതിരായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് പറയുന്നു അത്തരം കാര്യങ്ങൾ? ക്യാമ്പിൽ നടന്ന വിഷയങ്ങളാണ്. ക്യാമ്പിൽ നടന്ന വിഷയങ്ങൾ ഇത് വന്നിട്ടുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ കോൺഗ്രസ്സിൽ എപ്പോഴും മീറ്റിങ്ങുകൾ കൂടി വിലയിരുത്തി ചർച്ച ചെയ്യുന്ന ഒരു സംവിധാനമില്ല. ഒരു ഇടയ്ക്കിടയ്ക്കാണല്ലോ അത് കൂടുന്നത്. അപ്പോൾ ഈ പൊട്ടിത്തെറികൾ മിക്കവാറും നമ്മൾ കാണുന്നത് പറയാനുള്ളത്, പാർട്ടിക്കകത്ത് പറയാനുള്ളത് പലപ്പോഴും പുറത്ത് പറയുന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു ശീലം. അത് അങ്ങനെയാണ്. അതിന് ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ ആരോ പരാതി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാനുള്ള അവസരം വേദി പാർട്ടി ഒരുക്കി തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനായിരിക്കും പുറത്ത് പറയുന്നതെന്ന് പറഞ്ഞ് ഒരു നേതാവിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നേതാവിൻ്റെ പേര് പറയുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, കെ മുരളീധരൻ തോറ്റതിന് ശേഷം പാർട്ടിയുമായിട്ട് പിണങ്ങി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി ആളുകൾ, വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, കെ സുധാകരനൊക്കെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ അതാണ് അവർ പറയുന്നത്, ഞങ്ങളും തോറ്റിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലാരും വന്നിട്ടില്ല, ഞങ്ങളെ കാല് പിടിക്കാൻ ആരും വന്നിട്ടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പറയുന്നത് മുരളിയുടെ ഭാഗത്തും കുഴപ്പമുണ്ട്, തോറ്റതിന് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തും കൂടെ കുഴപ്പമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ഇതിനകത്ത് വന്നിട്ടുള്ളത്, വി ഡി സതീശൻ, ഒരു വാർത്തയായിട്ട് വന്നിട്ടുള്ള വി ഡി സതീശൻ KPCC പ്രസിഡന്റിനെതിരെ പറഞ്ഞിട്ടുണ്ട്, KPCC ഓഫീസിൽ പല കാര്യങ്ങളും നടക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുപോലെ മന്ത്രവാദ വിവാദം ഇടയ്ക്ക് ഉയർന്നു വന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൂടോത്രം ദുർമന്ത്രവാദം പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ അത് നേരത്തെയും KPCC ഓഫീസിനെതിരെ ഇദ്ദേഹം, കെ സുധാകരൻ പ്രസിഡന്റ് ആയതിനു ശേഷം വന്നിട്ടുള്ള ഒരു ആരോപണമാണ്. കാരണം പ്രസിഡന്റ് സ്ഥലത്തില്ല, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ KPCC ഓഫീസിൽ ചെല്ലുമ്പോൾ ഈ ജൂനിയർ ആയിട്ടുള്ള നേതാക്കന്മാരുടെ ഇത് ഈ കെ സുധാകരൻ്റെ അനുയായികളുടെ അടുത്ത് എന്നിട്ട് കാര്യം പറയേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അത് അവരെ സംബന്ധിച്ച്, കാരണം അത്രയും വർഷം പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളുകൾ പ്രസിഡന്റിനെ കാണാൻ വരുമ്പോൾ അദ്ദേഹമില്ല, പകരം ഈ ജൂനിയർ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള അതൃപ്തി കോൺഗ്രസ്സിലെ എക്കാലത്തും ഈ ഗ്രൂപ്പിസവും വിഴുപ്പലക്കലും, നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, വിഴുപ്പലക്കലും പ്രശ്നങ്ങളും വഴക്കും ഒക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് അതങ്ങനെയല്ലായിരുന്നു. ഈ സാഹചര്യം ഇപ്പോൾ മാറി, കുറച്ചുകൂടെ ഉഷാറായി. മാത്രമല്ല പൊളിറ്റിക്കൽ സാഹചര്യം മാറി. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികളിലായാലും ഒക്കെ വിമർശനങ്ങൾ, സ്വയം വിമർശനമൊക്കെ ഉണ്ടല്ലോ. CPM-ലും CPI-ലും വിമർശനവും സ്വയം വിമർശനവും അങ്ങനെയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ആ വളർച്ച എത്രമാത്രം ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ചർച്ചകൾ വന്നിട്ടുള്ളത്, ഇപ്പോൾ മുരളി ഒരു വലിയ നേതാവായി, ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത, ഒരാൾ ഉയർന്നു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെ പാരവയ്ക്കാം എന്നുള്ളത്, അതിനെ അതിജീവിച്ച് വന്നിട്ടുള്ളത് വലിയ നേതാക്കന്മാരൊക്കെ ഉള്ളൂ. ബാക്കി ഈ ഇങ്ങനെ തുടങ്ങുന്ന നേതാക്കന്മാരെയൊക്കെ പിടിച്ച് താഴെയിടാനാണ് നോക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ നേതൃത്വ ക്യാമ്പുണ്ടല്ലോ, ആ ക്യാമ്പിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനകത്ത് വല്ലാത്തൊരു സംഘടനാപരമായ, അപ്പൊ അത് ജോണ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചു, സംഘടനാപരമായ ഒരു വല്ലാത്തൊരു ചേഞ്ച് വന്നിരിക്കുന്നു എന്നാണ്. അത് കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആകുമ്പോൾ ആദ്യം പറഞ്ഞ് ഞാനിതിനെ സെമി കേഡർ പാർട്ടി ആക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സെമി കേഡർ പ്രസ്ഥാനത്തിന് ആദ്യം തുടക്കത്തിലൊരു സെമി കേഡർ പരിപാടിക്ക് പ്ലാനൊക്കെ ചെയ്തെങ്കിലും അതിനുള്ള ചില പദ്ധതികളൊക്കെ വന്നു, ഗ്രൂപ്പ് തലത്തിലുള്ള ചില ചർച്ചകളൊക്കെ വന്നു, പിന്നെ ഈ ബൂത്ത് തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചു. പക്ഷേ അങ്ങോട്ട് കൂടുതൽ കാരണം ഇതിനകത്തുള്ള ഗ്രൂപ്പ് പ്രശ്നം കൊണ്ട് പിന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ക്യാമ്പിൽ നിന്ന് ഞാൻ കാണുന്നത് ഒരു കേഡർ സംവിധാനം ഉണ്ടാക്കാൻ, ഒരു സെമി കേഡർ, അത് സുധാകരൻ പറഞ്ഞതുപോലെ ഒരു സെമി കേഡർ സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. കാരണം അതിനകത്ത് അവർ പ്രധാനമായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്, പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കേഡർ പാർട്ടികൾക്കും കൂടുതൽ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കോൺഗ്രസിന് അതില്ലായിരുന്നു, തോന്നും പോലെ തോന്നിയ വഴിക്കായിരുന്നു. ഇതിപ്പോൾ ഒരു പെർഫോമൻസ് ഓഡിറ്റ്, നേതാക്കന്മാർ കൃത്യമായിട്ടും
ജനങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അവർ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കണം. എല്ലാ നേതാക്കന്മാരെയും പേരിൽ ഒരു പെർഫോമൻസ് ആഡിറ്റുണ്ടാവും, അത് വിലയിരുത്തണം. അത് കഴിഞ്ഞിട്ട് ബൂത്ത് തലത്തിൽ ബന്ധം വേണം. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും പിന്നെ പണം പിരിക്കുന്നത് കറക്റ്റായിട്ട് ആയിരിക്കണമെന്നുള്ളത് വ്യവസ്ഥ ചെയ്യണം. ആ പണത്തിൻ്റെ കൃത്യമായ കണക്ക് വേണം. തോന്നും പോലെ പിരിച്ച് തോന്നും പോലെ പൊട്ടടിക്കാൻ കഴിയില്ല. ഇങ്ങനെ തുടങ്ങിയുള്ള കുറേ തീരുമാനങ്ങൾ എടുത്ത് ജനങ്ങളുടെ ഇടയിൽ എത്തേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിനു മുമ്പ് തന്നെ നമ്മൾ പിന്നെ അതാണ് അവർ പറഞ്ഞ പ്രത്യയശാസ്ത്ര പഠനം നടത്താൻ പോകുന്നു എന്നാണ്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പ്രത്യയശാസ്ത്ര പഠനം നടത്താൻ പോകുന്നു. ആ പ്രത്യയശാസ്ത്ര പഠനം എന്നുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്യമായ ഒരു കാര്യമാണ്. ഇപ്പൊ CPM-ൽ പോലും അതില്ല പ്രത്യയശാസ്ത്രം. എന്താണ് CPM-ന് അണികൾക്ക് മാർക്സ് ആരെന്ന് അറിഞ്ഞുകൂടാ, മാർക്സിസം എന്താണെന്ന് അറിഞ്ഞുകൂടാ, കമ്മ്യൂണിസം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് വലിയൊരു വിപ്ലവം, അല്ലെങ്കിൽ വലിയൊരു ആശയം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ആ അവസ്ഥയാണ് CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ കോൺഗ്രസ് പ്രത്യയശാസ്ത്ര പഠനം നടത്താൻ പോകുന്നു, ശിബിരങ്ങൾ നടത്താൻ പോകുന്നു, ഒരു മഹാപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ നടത്താൻ പോകുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ആ ഒരു പിന്നെ ഒരു ചിട്ടയായ ഒരു വർക്ക് ഇവർ തീരുമാനിച്ചതുപോലെ നടപ്പാക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഒരു കേഡർ സംവിധാനം എന്ന് വെച്ചാൽ കേഡർ കോൺഗ്രസ് തുറന്ന ജനാധിപത്യമാണ്, ഇപ്പോൾ തുറന്നൊക്കെ വിളിച്ച് പറയുന്നവരാണ്. അതുകൊണ്ട് ഈ പറയും പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ പോലെ ഒരു നല്ലൊരു കേഡർ സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു സെമി കേഡർ, കാരണം സുധാകരൻ പറയുന്ന പോലെ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് അവിടെ ഒരു വെട്ടിത്തുറന്ന് പറഞ്ഞ കാര്യം, TN പ്രതാപനെ ഇപ്പോൾ വില്ല സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് കുറേ കാലമായിട്ട് TN പ്രതാപൻ വഞ്ചകനാണ്, ചതിയനാണ് എന്നൊക്കെ പറഞ്ഞ് പത്മജയും കൂടെ അത് പിന്നെ പുറത്ത് BJP നിന്നുകൊണ്ട് അതും കൂടെ പത്മജയും കൂടെ അത് പറയുമ്പോൾ അങ്ങനെയായിരുന്നു വരുന്നത്. അത് മനഃപൂർവ്വം മാറി നിന്നിട്ട് ചതിച്ചു എന്നാണ്. അപ്പോൾ TN പ്രതാപൻ അവിടെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ പാർട്ടി പ്രവർത്തകരെ, ഇലക്ഷൻ പ്രവർത്തനം നടക്കുന്ന പാർട്ടി പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല. അതാണ് ഏറ്റവും പ്രധാനം. വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായില്ല. കാരണം കൂടെ നിൽക്കുന്ന ഈ വോട്ട് പിടിക്കാൻ നടക്കുന്നവര് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ സ്ഥാനാർത്ഥിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? പിന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. കാര്യമായ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഉണ്ടായിരുന്നിട്ടും പിന്നെ കാൻഡിഡേറ്റിന്റെ നേതൃത്വത്തിൽ തന്നെ ആ ഫണ്ട് കൃത്യമായി ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ വരുമ്പോൾ TN പ്രതാപൻ അവിടെ ഒരു ഹീറോ സ്ഥാനം ഈ ക്യാമ്പിൽ ഏറ്റെടുത്തു. വഞ്ചക സ്ഥാനം മാറിയിട്ട് ഒരു ഹീറോ സ്ഥാനം ഏറ്റെടുത്തു എന്നാണ് തോന്നുന്നത്. ഷാനിമോളുടെ അഭിപ്രായവും നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും ഗംഭീരമായ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾക്കൊക്കെ, ഞാനും പലപ്പോഴും നമ്മളെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ വീട്ടിൽ പോകുന്നു. ഒരു സ്ഥാനാർത്ഥി തോക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയല്ല, ഒരു വലിയൊരു സംഭവമല്ല. ജയിക്കും തോൽക്കും സ്വാഭാവികമാണ്, കാരണം ഇയാളും തോറ്റിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ തോറ്റപ്പോൾ വീട്ടിൽ ചെന്ന് അയ്യോ ഭാവി കരയല്ലേ, ഞങ്ങൾ നോക്കാം, ഞങ്ങൾ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാല് പിടിക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം, ഒരു വലിയൊരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും നാണക്കേടാണ്. അത് ഷാനിമോൾ ഉസ്മാൻ അവിടെ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ഇതാണ് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത ഈ ക്യാമ്പിൽ. അതാണ് എൻ്റെ അതിനകത്ത് ഈ തോറ്റാൽ പാർട്ടിയെ കുറ്റം പറയുകയും ജയിച്ചാൽ അയാളുടെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ജയിച്ചതെന്ന് പറയുകയും ചെയ്യുന്നത് മോശമാണ് എന്നാണ് TN പ്രതാപൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ തൃശ്ശൂരിലെ DCC പ്രസിഡന്റിനെയൊക്കെ ബലിയാടാക്കി എന്നൊക്കെ അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം K മുരളീധരനെ വടകരയിൽ നിലവിലുള്ള MP ആണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും പിന്നെ നിലവിലുള്ള ആളുകൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കാനുള്ള അവസരം കൊടുക്കുന്നു. അങ്ങനെ നിന്ന ആളിനെ പത്മജ പെട്ടെന്ന് BJP-യിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അന്താളിച്ചു പോയ കോൺഗ്രസിൽ ഒരു രക്ഷകൻ എന്നുള്ള പരിവേഷത്തോടു കൂടിയാണ് തൃശ്ശൂരിലേക്ക് K മുരളീധരനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ നമ്മൾ ഇന്നലെ ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം അവിടെ ജയിക്കാൻ ഒരു 75% സാധ്യതയുള്ള സമയമാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക്, പണ്ട് നേമത്ത് വന്നതുപോലെ ഇദ്ദേഹത്തെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയാണ്. തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകും, ഇദ്ദേഹം ജയിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് വരുമ്പോൾ ഇദ്ദേഹം 2ാം സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ ഈ കുഴപ്പമില്ല. കാരണം ഇത് സമുന്നതനായ നേതാവാണ് അദ്ദേഹം, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക്, ഈ സുരേഷ് ഗോപി BJP അവിടെ ജയിക്കുമ്പോൾ അവിടെ 3ാം സ്ഥാനത്ത് ആര് പോയി എന്ന് ഉള്ളത് ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ചോദ്യമാണ്. ഇപ്പൊ CPI 3ാം സ്ഥാനത്ത് പോയിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിനാകെ അതൊരു നാണക്കേടായി മാറിയത്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് 2ാം സ്ഥാനത്ത് വന്നതുകൊണ്ടാണ്. അപ്പൊ ഇദ്ദേഹം ഇത്രയും വലിയ നേതാവായിട്ടും 3ാം സ്ഥാനം, പ്രത്യേകിച്ച് തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് അനുഭാവ പ്രദേശവും മണ്ഡലവുമാണ്, കരുണാകരന്റെ നാടാണ്. അപ്പൊ ആ വികാരമൊക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കരുണാകരൻ മത്സരിച്ച മാളയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാളയിലെ മാണിക്യം എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞിരുന്നത്. മാളയിലെ മാണിക്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേമത്തും
നിയമമാണെന്ന് തോന്നുന്നു. നേമത്തും മാളയിലും മത്സരിച്ചു. നിയമത്തിനെ കൈവിട്ടിട്ട് മാള അദ്ദേഹം നിലനിർത്തുമായിരുന്നു അസംബ്ലി ഇലക്ഷൻ. അപ്പോൾ എന്തായാലും അങ്ങനെ വന്ന് പരാജയപ്പെട്ടത് അദ്ദേഹത്തിന് കടുത്ത വിഷമം ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ, അതായത് കാരണം ഈ മുരളീധരൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ ഒരുപക്ഷെ നമ്മളാരും കാണാത്ത ഒരു ആണ്, എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തലിൽ പറയുന്നതാണ്. വടകര പത്മജ, നേരത്തെ ജോൺ പറഞ്ഞ പോലെ പത്മജ BJPക്ക് പോയി. അപ്പം കോൺഗ്രസ് വല്ലാത്തൊരു അവസ്ഥയിലായി, എന്ത് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയായി. ഈ പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. അപ്പോഴേക്കും ഞാനൊരു രക്ഷകനാണ് എന്നൊരു സ്വയം തോന്നൽ ഈ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ മുരളീധരന് ഒരു ഉള്ളിൽ ഒരു വല്ലാത്തൊരു ഈഗോ അങ്ങ് കയറി. ഞാനൊരു രക്ഷകനാണ്, ഞാൻ കോൺഗ്രസിൻ്റെ രക്ഷകനായത്, അവരെന്നെ കണ്ടിരിക്കുന്നു, എന്നെ പിന്നെ വടകരയിൽ നിന്ന് മാറി തൃശ്ശൂർ വരാൻ പറഞ്ഞു, തൃശ്ശൂർ ഞാൻ പൊളിക്കും, തകർക്കും എന്ന തരത്തിൽ ഒരു വല്ലാത്ത ഉള്ളിലെ ഒരു വല്ലാത്ത ഈഗോയോട് കൂടി, ഈഗോ എന്ന് തന്നെ ഞാൻ പറയുന്നു, ആ രക്ഷക പരിവേഷം സ്വയം ഉള്ളിൽ നിറച്ചുകൊണ്ടാണ് മുരളീധരൻ അവിടെ മത്സരിക്കാൻ വരുന്നതെന്നും ആ വിജയം അങ്ങനെ വിജയിച്ചു വരുമ്പോൾ മുരളീധരൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിട്ട് മാറുകയും ചെയ്യും. കാരണം അത് മുരളീധരൻ്റെ ഉള്ളിലുള്ളതാണ്. കാരണം അടുത്ത മുഖ്യമന്ത്രി കസേരയ്ക്ക് പോലും അവകാശപ്പെടാൻ നല്ല ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന ശക്തമായ ഒരു ഇതായിരിക്കും. കാരണം നിങ്ങൾ പാർട്ടിക്കാർ ആരുമില്ല, ആകെ അന്താളിച്ച് നിൽക്കുന്നു. സുരേഷ് ഗോപി എന്നുള്ളൊരു വല്ലാത്തൊരു പിന്നെ ഒരു 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 വ്യക്തിത്വം നിൽക്കുന്ന ആൾ ഇങ്ങനെ വീണ്ടും വീണ്ടും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വല്ലാത്തൊരു മാറ്റം വന്നിരിക്കുന്നു. വടകര ജയിക്കും എന്നാണ് ഉണ്ടായിരുന്നത്. ആ ജയിക്കുന്ന സീറ്റ് പോലും പറഞ്ഞിട്ട് പാർട്ടി പറഞ്ഞതനുസരിച്ച് കൊണ്ട് ഞാൻ തൃശ്ശൂർ വരുന്നു, തൃശ്ശൂർ ജയിക്കുന്നു. ഇനി കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖം എന്ന് പറയുന്നത് കെ മുരളീധരൻ ആയിരിക്കും എന്ന ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം രാഷ്ട്രീയമായ വിലയിരുത്തൽ അതാണ്. അങ്ങനെ നമ്മൾ വ്യക്തിപരമായ കൂടെ ഒരാളിനെ കാണണമല്ലോ. ആ വിലയിരുത്തലും കൂടെ വന്ന് ആ ഒരു പെരുക്കത്തിലാണ്, ആ ഒരു പെരുക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം പങ്കെടുത്തത്. ആ പെരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് പല പാർട്ടി പ്രവർത്തകരെയും അദ്ദേഹം വിശ്വാസമെടുത്തിട്ടില്ല എന്ന് TM പ്രതാപുമ്പോൾ നമ്മൾ ഇതിനെ വായിക്കേണ്ടത്. പിന്നെ ഞാൻ ആണ്, അതുകൊണ്ട് ഞാൻ ജയിക്കും, നീയൊക്കെ കുറേ വർക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഒരു നിസ്സഹകരണം പല പാർട്ടി പ്രവർത്തകരുടെ ഇദ്ദേഹം കാണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അത് ശരി തന്നെയാണ്. കാരണം അവിടെ പലയിടത്തും അത് സംഭവിച്ചിട്ടുണ്ട്, അവരുടെ പാർട്ടി പ്രവർത്തകരുടെ അത് അഭിപ്രായമുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്വയം പെരുക്കൽ ഉള്ളിൽ ഇങ്ങനെ നിറച്ചുകൊണ്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു അടിയാണ്. ആ അടി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന ആ സംഗതി മുഴുവനും പെരുക്കി വെച്ചിരുന്ന മുഴുവനും അറിയാതെ അങ്ങ് പൊട്ടിച്ചിതറി അങ്ങ് ഒലിച്ചു പോയപ്പോൾ അദ്ദേഹം അറിയാതെ തളർന്ന് വീണു പോയതാണ്. അങ്ങനെയാണ് അദ്ദേഹം വീട്ടിൽ പോയി കുത്തിയിരുന്നതും അടച്ചിരുന്നതും മാധ്യമങ്ങളെ കാണാതെ പോയതും പാർട്ടി പ്രവർത്തകരെ കാണാതെ പോയതും എനിക്ക് ആരോടും പരാതിയില്ല, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയും ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വേണ്ടത് തന്നെയാണ്, വേണ്ടെന്നല്ല ഞാൻ പറയുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ സ്വയം കൂടുതൽ ഉയർന്ന് വരിക എന്ന ഒരു തന്ത്രപരമായ പ്രവർത്തനം നടത്തേണ്ടത് തന്നെയാണ്. പക്ഷേ എങ്കിലും അപ്പോഴും പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആയിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്, ഞാൻ എന്നെ പുറത്താക്കിയാലും ഞാൻ പാർട്ടി വിട്ടു പോകില്ല എന്ന്. അതൊന്നും വിശ്വസിക്കണ്ട, രാഷ്ട്രീയക്കാരനാണ്, അതൊന്നും വിശ്വസിക്കണ്ട ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനെ പാർട്ടി യഥാർത്ഥത്തിൽ നിർബന്ധിച്ചു കൊണ്ടുവന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിർബന്ധിച്ചു കൊണ്ടുവന്നു. പിന്നെ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടാവാം, ഞാൻ മത്സരിച്ചാൽ ജയിക്കും എന്ന് തോന്നിയിട്ടുണ്ടാവാം. അദ്ദേഹം വട്ടിയൂർക്കാവിൽ MLA ആയിട്ടിരിക്കുമ്പോഴാണ് വടകരയിലേക്ക് പിന്നെ പോകുന്നത്, മത്സരിക്കാനായിട്ട് പോകുന്നു അല്ലേ, വട്ടിയൂർക്കാവിൽ സമയത്താണ്. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു, മണ്ഡലത്തിൽ ജയിക്കുന്നു. ഇവിടെയും ജയിക്കും എന്ന് എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ഞാൻ തോക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾ രംഗത്തേക്ക് വരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ നാട് എന്നുള്ളത് കൊണ്ട് തന്നെ ജയിക്കാം എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന്. കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം മതിയല്ലോ ജയിക്കാൻ എന്നുള്ള ഒരു വിശ്വാസം. കോൺഗ്രസിന് ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് വീഴുന്ന വോട്ട് ഇത്ര, അത് മാത്രം മതി എന്നുള്ള ചിന്ത അത് ഒരുപക്ഷെ ആ കണക്ക് കൂട്ടലുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പരാജയത്തിന് ആരൊക്കെയോ കാരണക്കാരായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സ്വയം പരിശോധിക്കാൻ അദ്ദേഹം വൈകിപ്പോയി. അപ്പോൾ ആ പരിശോധിക്കേണ്ടതായിരുന്നു എന്ന് TN പ്രതാപൻ ഇപ്പോൾ വൈകി ആ കമ്മിറ്റിയിൽ. TM പ്രതാപൻ ആ മാന്യത കാണിച്ചു. അദ്ദേഹം പുറത്തൊന്നും അദ്ദേഹത്തിനെതിരെ ഇത്രയും വിമർശനം ഉണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം കമ്മിറ്റിയിൽ പറഞ്ഞു, കമ്മിറ്റിയിൽ ഇത് ഇങ്ങനെയാണ്, സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടടുത്ത് TN പ്രതാപൻ പറഞ്ഞു എന്നുള്ളതാണ് TM പ്രതാപന്റെ ഒരു മഹത്വമായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത് മുരളീധരനും കൂടെ മനസ്സിലാക്കണം, എൻ്റെ കുഴപ്പം കൂടെ ഉണ്ട്. ചിലപ്പോൾ ഈ പലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഒരു ഘടകമാണ്, ഒരു ഘടകമാണ്. ആ സ്ഥാനാർത്ഥി അത്രയും വലിയ മഹാമേരുക്കളെ തോപ്പിക്കാനായിട്ട് ചിലപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ NK പ്രേമചന്ദ്രൻ ആദ്യമായി വരുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി താരപ്രഭാവത്തോടെ നിൽക്കുന്നത്, അതായത് ഇടതുപക്ഷത്തിന്റെ മണ്ഡലമാണ് അവിടെ. N ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന RSPയുടെ വലിയ നേതാവ് ജയിച്ചു നിന്ന സ്ഥലത്തേക്കാണ്
ഈ കൃഷ്ണകുമാറിനെ നേരിടാൻ RS ഉണ്ണിയെ പോലെയൊക്കെയുള്ള ആളുകൾ വരുന്നു, അവർക്ക് ബാബു ദിവാകരൻ വരുന്നു. അവർക്കൊന്നും പറ്റാത്തടത്തേക്കാണ് അന്ന് ചെറുപ്പക്കാരനായ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന നാവായിക്കുളംകാരൻ വരുന്നത്. പ്രേമേന്ദ്രൻ വരുന്നു, അയാൾ ചെറുപ്പക്കാരനാണ്, 35-36 വയസ്സുള്ള ഒരാൾ വരുന്നു. ഈ ചെറുപ്പക്കാരനെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കുകയാണ്. അതുവരെ താരപ്രഭാവത്തിൽ നിന്ന് കൃഷ്ണകുമാറിനെ ഒറ്റയടിക്കുന്നു. അടുത്ത ഇലക്ഷനിലും പ്രേമേന്ദ്രൻ ജയിക്കുന്നു. അതിന്റെ കാരണം ആ ജനങ്ങളുമായിട്ടൊരു ഇടയെടുപ്പ് ഉണ്ടാക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്ഥാനാർത്ഥിയായി മാറുക എന്നുള്ളതാണ്. അത് ഇനി എല്ലാ പാർട്ടിക്കാരും അത് മനസ്സിലാക്കുക. മാത്രമല്ല ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നേതൃത്വത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് CPM-ന്റെ പരാജയം തന്നെ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു, പഠിച്ചിരിക്കുന്നു, കൃത്യമായിട്ടും പഠിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ ഈ ക്യാമ്പിലെ ഈ തീരുമാനങ്ങളിലും അവരുടെ നിലപാടുകളിൽ നിന്ന് മനസ്സിലാവും. അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതിനകത്ത് അതായത് കോൺഗ്രസ്സിൽ ഒരു ഉണർവുണ്ട്. ലോക്സഭാ ഇലക്ഷനിൽ അവർ 99 സീറ്റ് നേടിയതിന് ശേഷം, ഇവിടെ വലിയ വിജയം നേടിയതിനു ശേഷവും ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പോയാൽ പോരാ, ഈ ആളുകൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരില്ല, കൃത്യമായ ഒരു പ്ലാൻ വേണം, എങ്കിൽ മാത്രമേ ഇവിടെ ജയിക്കാൻ പറ്റുള്ളൂ. അസംബ്ലി കേരള ഭരണം പിടിക്കണം, എന്നാൽ മാത്രമേ ഈ നേതാക്കന്മാർക്കൊക്കെ ഗുണം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് അവർ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം.